കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. 4 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നമുക്ക് ദൈവത്തിന്റെ സ്ഥാനത്തിൽ ദൈവവചനവുമായി ഒരുമിച്ച് വരുവാൻ നമ്മളെ എല്ലാവരെയും കർത്താവ് ജീവനോട് ശേഷിപ്പിച്ച അവന്റെ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങള് ഇവിടെ നിന്ന് പോയി വളരെ യാത്ര ചെയ്ത് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമായ മീറ്റിങ്ങുകൾ നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. അനേക പാവങ്ങളെ പോയി കാണുവാനും ട്രൈബൽ ഏരിയയിൽ അവരുടേതായ ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ അവരെയൊക്കെ സഹായിപ്പാനും കർത്താവെ അല്പമായി സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണത്തിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെയും ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ദൈവിക വചനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യമാണ് ഞാൻ അതിന് വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായത്തിൽ പഠിക്കുകയും ധ്യാനിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടെ 5, 6, 7 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംക്ഷിപ്തമായി 6-ാം അധ്യായത്തിന്റെ 20 മുതൽ 49 വരെ ഉള്ള വാക്യങ്ങളിൽ ലൂക്കോസ് ചുരുക്കമായി എന്നാൽ അല്പം വ്യത്യസ്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം കർത്താവ് പഠിപ്പിച്ചത് പലയിടങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ചാൽ അവൻ അവരോടുകൂടെ ഇറങ്ങി സമഭൂമിയിൽ നിന്നു. അവന്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദയിൽ എല്ലായിടത്തും നിന്നും യെരുശലേമിൽ നിന്നും സോർ, സീദോൻ എന്ന സമുദ്ര തീരങ്ങളിൽ നിന്നും അവന്റെ വചനം കേൾപ്പാൻ ആൾക്കാർ കടന്നു വന്നു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 5, 6 അധ്യായം മലമേൽ കയറി ഇരുന്ന് പഠിപ്പിച്ചതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു താൻ സമമരുഭൂമിയിൽ ഇറങ്ങി വന്നു. താഴ്വരയിൽ വെച്ച് പഠിപ്പിച്ച കാര്യങ്ങളാണിത്. ഏകദേശം കണ്ടന്റ് ഒക്കെ ഒന്നാണെങ്കിലും ചിലയിടത്ത് ചിലത് കൂടുതൽ പറയുകയും ചിലതിന് ഊന്നു കൊടുക്കുകയും കർത്താവ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ, അത് പഠിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിന്റെ ആദർശമായി തീരുവാൻ എത്ര ആവശ്യമുണ്ടോ അത്രയും പ്രാവശ്യം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു പ്രസംഗം ഒരിക്കൽ ചെയ്തിട്ട് ഒരു ബൈബിൾ സ്റ്റഡി പണ്ട് ചെയ്തത്, അതുകൊണ്ട് ഇനി വീണ്ടും ചെയ്യേണ്ടെന്നായിരുന്നു എൻ്റെ ചിന്താഗതി. അതുകൊണ്ടാണ് ഈ 10-18 വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. എന്നാൽ കർത്താവ് കാണിച്ചത് മാതൃക നാം കേട്ടതാണെങ്കിലും പഠിക്കുവോളം പിന്നെയും പിന്നെയും കർത്താവ് അത് ചെയ്തതുപോലെ നാമും ചെയ്യേണ്ടിയിരിക്കും. ഈ വേദഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 6-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. നിങ്ങളുടെ പിതാവ് മനസ്സലിവൻ ഉള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. ഒരു കൽപ്പനയാണ്, പക്ഷേ മറ്റ് കൽപ്പനകളെ പോലെയല്ല. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുകയും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പി. അതൊക്കെ നമ്മളെ വളരെ ചിന്തിച്ചിട്ടുള്ള വേദഭാഗങ്ങൾ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുക, അവനെ പോലെ നാം മനസ്സലിവുള്ളവരായിരിക്കാം. അപ്പോ
വിശുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, ദൈവം തമ്പുരാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, ദൈവം, നമുക്ക് ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ മോശയോട് ദൈവം സംസാരിക്കാൻ നമ്മൾ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാകയാൽ നിന്റെ കാലിലെ ചെരുപ്പ് പോലും അഴിച്ചു കളയാം. യോശുവായോട് അങ്ങനെ പറഞ്ഞു. വിശുദ്ധനായ ദൈവം ഇറങ്ങി വരുന്നത് കൊണ്ട് ഇസ്രയേൽ പാളയം മുഴുവൻ ശുദ്ധിയുള്ളവരായിരിക്കണം, അവരുടെ ജീവിതത്തിൽ ശുദ്ധിയുള്ളവരായിരിക്കണം. അപ്പോൾ ദൈവം ആണ് വിശുദ്ധൻ. പത്രോസ് ഉദ്ധരിക്കുന്നുണ്ട് 1-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം വാക്യങ്ങളിൽ, ഞാൻ വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കും. നമ്മുടെ ദൈവം. മറ്റേത് അവർ കണ്ട യേശു, ശിഷ്യന്മാരുടെ കൂടെ നടന്ന യേശു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അപ്പോൾ ദൈവം വിശുദ്ധനാണ്. അതാണ് സ്വർഗത്തിൽ നാം കേൾക്കുന്ന എപ്പോഴും മുഴങ്ങുന്ന ശബ്ദം. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അത് ദൂതന്മാര് ഇടതടവില്ലാതെ പറയുക. യേശുവിന്റെ സ്നേഹം ഉടനീളം കർത്താവ് കാണിച്ചു തന്നു. എന്നാൽ ഈ പിതാവിന്റെ സ്നേഹം കാണിച്ചു തന്നിരിക്കുന്നത്, ആ മനസ്സലിവ് കാണിച്ചു തന്നിരിക്കുന്നത്, ദയ കാണിച്ചു തന്നിരിക്കുന്നത്, കരുണ കാണിച്ചു തന്നിരിക്കുന്നത് ഒരു ഉപമയിൽ കൂടെയാണ്. യേശു തമ്പുരാനാണ് അത് കാണിച്ചു തന്നത്. അത് നമ്മൾ മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന ആ ഉപമയിൽ കൂടാണ്. ആ ഉപമ പഠിച്ചാൽ എങ്ങനെയാണ് പിതാവ് കരുണ കാണിക്കുന്നത് അല്ലെങ്കിൽ മനസ്സലിവുള്ളവനായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതൊരു ലോകത്തിന്റെ സിസ്റ്റമല്ല, നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ സിസ്റ്റം അല്ല പിതാവിന്റെ മനസ്സലിവ്, നമ്മുടെ സ്വർഗീയ പിതാവിന്റെ മനസ്സലിവ്. ഈ ലോകത്തിലുള്ള മാതാപിതാക്കളെ കുറിച്ച് യേശു തമ്പുരാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം വിശുദ്ധനും ദൈവം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാനേ സ്നേഹമാണ്, എന്റെ സ്നേഹം നിത്യമാണ്, അതുകൊണ്ട് ഞാൻ ദയ നീട്ടും കൊള്ളും. പറഞ്ഞ മനസ്സിലായി? ദൈവം നിത്യമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ പറയുന്ന ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ഒരു ദിവസം സ്നേഹിച്ച് പിറ്റേ ദിവസം മൂട് മാറുമ്പോൾ തെറ്റുന്ന സ്നേഹമല്ല. പിന്നെന്താ? യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിലെ ആ വാക്യം വളരെ സങ്കീർണമാണ്. ഈ വാക്യത്തോട് അനുബന്ധിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് വായിക്കാം. 31-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, നീയെ എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹം പ്രാപിക്കുന്നത്? അല്ലേ? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് ദയ ദീർഘമാക്കി. ദയ, കരുണ, മനസ്സലിവ്, ഇതെല്ലാം ഒരു അർത്ഥമാണ്, ഒരു പദത്തിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായ പദങ്ങളെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദൈവം വിശുദ്ധൻ മാത്രമല്ല, അവൻ സ്നേഹവാനുണ്ട്. സ്നേഹം ഒരു ദിവസത്തേക്കുള്ളതല്ല, നിത്യമായ സ്നേഹമാണ്. നിത്യമായ സ്നേഹത്തിന്റെ പ്രദർശനമാണ് ദയ. ആ ദയ എന്തോ ചെയ്യുന്നു? നമുക്ക് വേണ്ടി ഓരോ ദിവസവും ദീർഘമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ, മനസ്സലിവ് തോന്നുന്നത് പോലെ, ദയ തോന്നുന്നത് പോലെ നമ്മുടെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുമത്രേ. അപ്പോൾ ഈ ദൈവത്തിന്റെ മനസ്സലിവാ നമുക്ക് വേണ്ടത്. ആ ദൈവത്തിന്റെ മനസ്സലിവിനെ കുറിച്ച് നമുക്കറിയാം. മുടിയൻ പുത്രൻ ദൂരേന്ന് വരിക, അവനപ്പനോട് എനിക്ക് ഒരു പണി തരണം, ഞാൻ എവിടെയെങ്കിലും
നിന്റെ വീടിന്റെ ഒരു കോർണറിൽ താമസിച്ചു കൊള്ളാം മറ്റ് അടിമകളെ പോലെ. അത്രേ ആഗ്രഹമുള്ളൂ. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷയുമില്ല. പക്ഷെ പ്രതീക്ഷയ്ക്ക് അങ്ങേപ്പുറത്ത് അവനെ തേടി ഓടി വന്ന പിതാവിന്റെ മനസ്സലിവ്, പിതാവിന്റെ കരുണ, പിതാവിന്റെ ദയ, അതിന്റെ അടിസ്ഥാനം അവനോടുള്ള സ്നേഹം. അതാണ് യിരെമ്യാവ് പറയുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നമ്മളോടുള്ള ദയ, കരുണ, മനസ്സലിവ് അവൻ ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്കറിയാം, അവനെ ചെരുപ്പ് കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവനെ കുറിച്ച് വലിയ കാര്യം ചേട്ടനോട് പറയുന്നു. അവൻ മരിച്ചവനായിരുന്നു, അവനോടൊപ്പം സന്തോഷിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ് വലിയ ഫീസ്റ്റ് ഒരുക്കിയത് മാത്രമല്ല, വലിയ സംഗീതങ്ങൾ ദൂരെ നിന്ന് കേൾക്കത്തക്ക രീതിയിൽ വളരെ സന്തോഷമായി ഇന്ന് പൂരവും ഉത്സവമൊക്കെ നടത്തുന്നത് പോലെ ഒരു ദിവസമാക്കി മാറ്റി. നമുക്കറിയാമല്ലോ, നമ്മൾ വന്ന നാട്ടിൽ ഉത്സവത്തിന്റെ ദിവസം ചണ്ട മേളങ്ങളും പാട്ടും കച്ചേരിയും ഒക്കെ ഉള്ളത്. അതുപോലെ ആക്കി തീർത്തു. കാരണം എന്താ? മനസ്സലിവ്, കരുണ, ദയ. അപ്പോൾ അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിൽ കുറഞ്ഞതൊന്നും ആവശ്യപ്പെടുന്നില്ല. വിശുദ്ധി ദൈവത്തെ പോലെ, സ്നേഹം യേശു കാണിച്ചതുപോലെ, ഇവിടെ പിതാവിന്റെ മനസ്സലിവ്, സ്വർഗീയ പിതാവിന്റെ മനസ്സലിവ്. അത് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്കത് ഗ്രഹിപ്പാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അങ്ങനത്തെ മനസ്സലിവൊന്നുമില്ല. അതൊരു വേറൊരു റലമാണ്. എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്, ലോകത്തിന്റെ സിസ്റ്റമല്ല. അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്, ഒരു പ്രതിബിംബമാണ്. അപ്പോൾ നമ്മളെ പലതും നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യും. നമുക്ക് മനസ്സിലും ദയയും കരുണയൊക്കെ തോന്നും. പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു വിശ്വാസിയെപ്പോലെ ദയ കാണിക്കാനല്ല, ഉപദേശിയെപ്പോലെ ദയ കാണിക്കാനല്ല, സ്വർഗീയ പിതാവിനെ പോലെ ഉയർന്ന സ്റ്റാൻഡേർഡാണ്. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണരാകുവില്ല. ആ സൽഗുണപൂർണ ആകുന്നതിന്റെ ഒരു കാര്യം എടുത്തിട്ട് പറയുകയാണ്, നമ്മുടെ പിതാവിന്റെ ആ മനസ്സലിവാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. മനസ്സലിവിന്റെ കാര്യം കർത്താവ് ഇവിടെ ലൂക്കോസ് എഴുതിയപ്പോൾ സ്പഷ്ടമായി പറയാണ്, നമ്മൾ മനസ്സലിവുള്ളവരായിരിക്കണം. മനസ്സലിവ് എങ്ങനെയാകണം? പ്രവൃത്തിയിൽ കൊണ്ടുവരണം. വാചകമടിച്ചാൽ പോരാ. സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, വാക്കുകൊണ്ടോ നാവുകൊണ്ടോ ഉള്ള കസർത്തല്ല, പിന്നെ പ്രവൃത്തിയിൽ നാം കൊണ്ടുവരണം. അപ്പം പ്രവൃത്തിയിൽ ദൈവഹൃദയം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ദൈവം മനുഷ്യരെ കാണുന്ന പോലെ നാം കാണണം. അത് കർത്താവ് പറയുന്നുണ്ട്, ദുഷ്ടരുടെ മുകളിലും നീതിമാന്മാരുടെ മുകളിലും മഴയും മഞ്ഞും വെയിലും കൊടുക്കുന്ന, കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, കർത്താവ് എങ്ങനെയാണ് ജനങ്ങളെ കാണുന്നതെന്ന് യേശു തമ്പുരാന്റെ പഠനത്തിലും ജീവിതത്തിലും നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. നാമേ വേദപുസ്തകത്തിലുടനീളം ദൈവം എങ്ങനെയാണ് കരുണ നമുക്ക് കാണിച്ചു തരുന്നത്, ദയ കാണിക്കുന്നത്, മനസ്സലിവുള്ളവനായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഒരൊറ്റ വാക്യം കൊണ്ട് അതിന്റെ ശക്തി നമുക്ക് കാണാൻ കഴിയും. മീകാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനോട് പറയുന്നത്, എനിക്ക് നിന്നോട് കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ കാര്യം പറയാൻ. എന്താണ്? മനുഷ്യ, നല്ലത് എന്തെന്ന്
ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനും അല്ലാതെ എന്താകുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ? ദയാതൽപരനായിരിക്കാൻ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. പഴയ നിയമത്തിന്റെ ആകപ്പാടെയുള്ള കാര്യമാണ്. ദയാതൽപരനായിരിക്കണം, നീ ന്യായം പ്രവർത്തിക്കണം, താഴ്മയോട് നടക്കണം. അതിലെ ഞാൻ ഇന്നിവിടെ ഊന്നി പറയുന്നത്, ദൈവസന്നിധാനത്തിൽ ദൈവം നമ്മളിൽ കാണേണ്ട വലിയൊരു ക്വാളിഫിക്കേഷൻ ദയാതൽപരായി ജീവിക്കുക. പഴയ നിയമത്തിൽ ഉടനീളം ദൈവം ദയ കാണിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് നമ്മുടെ പാവങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നില്ല. കൃപയെന്നുള്ളത് നമ്മൾ അർഹിക്കാത്തതാണ്. എന്നാൽ ഈ കരുണയെന്നുള്ളത് നമ്മൾ അർഹിക്കുന്നത് തരാതിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ഒരു കുറ്റത്തെക്കുറിച്ചും ബോധ്യമില്ലെങ്കിലും ഞാൻ നീതിമാനൊന്നുമല്ല. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എന്നിൽ നിന്ന് വരും, എൻ്റെ ചിന്തയിൽ വരും, എൻ്റെ ഫീലിംഗിൽ വരും, എൻ്റെ വാക്കിൽ വരും, എൻ്റെ പ്രവൃത്തിയിൽ വരും. അതുകൊണ്ട് നമ്മളാരും പുണ്യവാളന്മാരില്ല. നമുക്ക് കർത്താവിന്റെ കൃപ കൊണ്ടാണ്. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? അർഹിക്കാത്തത് നമുക്ക് തരുന്നു. അതുകൊണ്ട് മാത്രമല്ല, തന്നതുകൊണ്ട് മാത്രമല്ല, അർഹിക്കുന്നത് നമ്മുടെ ശിക്ഷയാണ്, ബാലശിക്ഷയാണ്. അത് നൽകാതെ ഇരിക്കുന്നതാണ് ഈ ദയ. അതാണ് അതിന്റെ വ്യത്യാസം. നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത് ആ തകരാറും കുഴപ്പവും ഉണ്ടല്ലോ, ഇല്ല അവരത് ചെയ്തില്ല എന്ന പോലെ അവരെ കാണുക. അതാണ് കരുണ. നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടു, അത് അവരെ യഥാർത്ഥത്തിൽ ചെയ്തതാണ്. നുണ പറഞ്ഞു വരുത്തി, കള്ളസാക്ഷ്യം പറഞ്ഞു, നമുക്കെതിരെ ദോഷം ചെയ്തു, അല്ലെ ഉപദ്രവിച്ചു. പക്ഷേ കരുണ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അതൊന്നും ചെയ്യാത്തവരെ പോലെ അവരോട് ഡീൽ ചെയ്യാം. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലാകാം? പിതാവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. സ്വർഗ്ഗീയ പിതാവിന്റെ മനസ്സലിവാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യും? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ദൈവത്തെ കണ്ട ഒരാളെ ഉള്ളൂ. ദൈവത്തെ കണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കിയാൽ മതി? നമ്മുടെ വിശ്വാസത്തിന്റെ നായകനായ യേശുവിലേക്ക് നോക്കിയാൽ മതി കരുണ കാണാൻ. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടത്. യേശു പിതാവിനെ കണ്ടിട്ട് പിതാവിന്റെ ഇഷ്ടം നമ്മളോട് പറഞ്ഞു. പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? പിതാവേ, ദൈവരാജ്യം വരണം, നിന്റെ ഇഷ്ടം, യേശുവിന്റെ ഇഷ്ടം എന്നല്ല, എന്റെ ഇഷ്ടം എന്നല്ല, നിന്റെ ഇഷ്ടം ഭൂമിയിൽ വരണം. അത് നമ്മളിൽ വരണം, കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും വരണം. അത് കർത്താവ് കാണിച്ചു തന്നതുപോലെ ഏത് സമയത്തും പിതാവിനോട് നാം പ്രാർത്ഥിച്ചിട്ട് അവന്റെ ഹിതം മനസ്സിലാക്കണം. എങ്ങനെയാ ഹിതം മനസ്സിലാക്കുന്നത്? നമ്മൾ പലരും ദൈവഹിതം മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരാ, അല്ലേ? പക്ഷെ ഒരു വാക്യം നമ്മളോട് പറയാ, ദൈവഹിതം മനസ്സിലാക്കാൻ, ദൈവത്തിന് പ്രസാദമുള്ളത് മനസ്സിലാക്കാൻ, ദൈവം നല്ലതെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ എന്ന്. ആ വാക്യമൊക്കെ നമുക്കറിയാം, പക്ഷേ അത് നാം ഗ്രഹിക്കാറില്ലെന്നേ ഉള്ളൂ. എന്തോ ചെയ്യണം? നിങ്ങളുടെ മനസ്സ് ലോകത്തിന് അനുരൂപമാകാതെ, നമ്മൾ ഈ കാണുന്നതെല്ലാം ലോകത്തിന്റെ അനുസരിച്ചാ ചെയ്യുന്നത്. എന്താ? എന്നോട് ഒരുത്തൻ ദേഷ്യപ്പെട്ടു, ഞാനും ദേഷ്യപ്പെട്ടു. ഭാര്യ ഷൗട്ട് ചെയ്തു, ഞാനും ഷൗട്ട് ചെയ്തു. ഭർത്താവ് ഷൗട്ട് ചെയ്തു, ഭാര്യയും ഷൗട്ട് ചെയ്തു. അതാ ലോകത്തിന്റെ ക്രമം. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്.
പക്ഷെ ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? ലോകത്തിന്റെ ക്രമത്തെ നിങ്ങൾ കളയണം, ലോകത്തിന് അനുരൂപമാകരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആരെ പോലെ? കർത്താവിനെ പോലെ. എന്തുകൊണ്ട്? നാം വീണ്ടും ജനിച്ചപ്പോൾ എല്ലാം പുതുതാക്കി. കൊന്നുകൊരിന്ത്യർ 2-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. എന്താ? നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാ. അപ്പോൾ ദൈവം ഒരു കൊച്ചു കുഞ്ഞിനെ സൃഷ്ടിച്ചപ്പോൾ ആ കുഞ്ഞിൽ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അല്ലെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിന് തക്ക സകലതും ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായല്ലോ? സകലതും അതിലുണ്ട്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്യണം, വളരണം, പക്വതയിലേക്ക് വരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം വീണ്ടും ജനിച്ചപ്പോൾ ക്രിസ്തുവിനെ പോലും ചിന്തിപ്പാൻ ഉള്ള സകലതും നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നാം എന്തോ ചെയ്യണം? ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിരിക്കണം. ഫിലിപ്പിയ ലേഖനം 2:5 എന്താ പറയുന്നത്? അത് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയാം, ക്രിസ്തുവിന്റെ മെന്റാലിറ്റി, മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ക്രിസ്തുവിന്റെ മൈൻഡ് സെറ്റ് നമുക്ക് വേണമെങ്കിൽ നാം എന്തോ ചെയ്യണം? ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന സകലത്തെയും പിടിച്ച് അടിമയാക്കണം. 2 കൊരിന്ത്യർ 10:5. അപ്പോൾ വെറും 3 കാര്യം ഓർത്തിരിക്കേ. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ട്. എങ്ങനെ? ഇതാ സകലതും പുതുതാക്കിയിരിക്കുന്നു. അല്ലാതെ പഴയതിനെ തട്ടിക്കൂട്ടി വെച്ചിരിക്കുകയല്ല നമ്മളിൽ. നാം പുതിയ സൃഷ്ടിയാണ്. എങ്ങനെ? ദൈവാനുരൂപമായി വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. എഫെസ്യ ലേഖനം 4:24-25. അപ്പോൾ ഈ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞ ഒരുപാട് കാര്യം അതിൽ പെട്ടിട്ടുണ്ട്. അതിൽ കർത്താവിന്റെ മനസ്സ്, ആ കർത്താവിന്റെ മനസ്സിനെ അനുസരിച്ച് പോകണമെങ്കിൽ നമ്മുടെ മെന്റാലിറ്റി കർത്താവിന്റെ മനസ്സുപോലെ ആക്കാൻ നാം അതിനുവേണ്ടി സമർപ്പിക്കണം, കമ്മിറ്റ് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. എന്നിട്ട് ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന സകല ചിന്തകളെയും പിടിച്ചടക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി, അത് പരിശുദ്ധാത്മാവിലെ നടക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ നമ്മളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നാം ആത്മാവിനനുസരിച്ച് നടക്കണം. ആത്മാവിനനുസരിച്ച് നടന്നാൽ ആത്മാവിനുള്ളത് നടക്കും. എന്താ കൊരിന്ത്യ ലേഖനം 2:14-15 പറയുന്നത്? പ്രാകൃത മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തവൻ ദൈവാത്മാവിന്റെ കാര്യം ശ്രദ്ധിക്കില്ല. എന്നാൽ ദൈവമനുഷ്യൻ, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, തന്നെ ആരും വിവേചിക്കുന്നില്ല. അപ്പോൾ നമ്മള് ഈ മനസ്സുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ മനോഭാവമാണെങ്കിൽ, ക്രിസ്തുവിന് വിരോധമായി വരുന്ന സകലത്തെയും നാം ആത്മാവിന്റെ ശക്തിയാൽ പിടിച്ചടക്കിയാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ കഴിയും. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ചിന്ത ചെയ്യുകയില്ല. ജഡത്തിന്റെ ചിന്ത മരണമത്രേ, റോമാലേഖനം 8-ാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം മരിക്കാനുള്ളതിന്റെ ഏക കാരണം എന്താ? പഴയപടിയിലേക്ക് ജഡത്തിന്റെ ചിന്തയിൽ ലോകത്തിന് അനുരൂപമായി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിന് അനുരൂപമായി പ്രവർത്തിക്കുമ്പോൾ ദൈവഹിതം എന്താണെന്നും നന്മ എന്താണെന്നും ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്നും നമുക്ക് ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എങ്ങനെ വെളിപ്പെടുത്തി തരും? ദൈവവചനത്തിൽ കൂടെ വെളിപ്പെടുത്തി തരും. അങ്ങനെ അതാ പറഞ്ഞത്. യേശു പറഞ്ഞു, നിങ്ങളിലിരിക്കുന്ന ദൈവാത്മാവ് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അപ്പോൾ ദൈവാത്മാവ് നമ്മെ നടത്തുന്നത് എവിടെയാ? സകല സത്യത്തിലും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലോകത്തിന്റെ പാറ്റേണായി നമ്മൾ കണ്ടതും കേട്ടതും പഠിച്ചതും ഈ ലോകത്തിൽ നിന്നാണ്. അത്
അതിനോട് അനുരൂപമാകരുത്. അതിത്രയേ ഉള്ളൂ. ഞാൻ ഈ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന കാലത്തൊന്നും പന്നിയിറച്ചി തിന്നാറില്ല. കാരണം അതിന് ഞാൻ കണ്ടിട്ടുള്ളത് കറുത്ത ഇങ്ങനെ പറമ്പിക്കൂടെ നടക്കുന്നത്. അത് ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല. അപ്പോൾ പന്നിയിറച്ചി തിന്നുന്നവരുടെ അടുത്ത് ചെന്നാൽ അവർക്കത് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് വരെ ഞാൻ അത് കഴിക്കാറില്ല. അതിന്റെ കാരണം അതെനിക്ക് ഇഷ്ടമല്ല. മറ്റുള്ളവർക്ക് ഇഷ്ടമാണ്. മറ്റുള്ളവർ വറുത്ത് തിന്നും. നമ്മുടെ ഹാംബർഗറിൽ കാണും. എവിടെ കടകളിൽ, നമ്മുടെ അമേരിക്കയിലുള്ള ഏത് കടകളിൽ ചെന്നാലും അതുണ്ട്. അതുള്ളത് കൊണ്ടോ അതിന് രുചിയുള്ളത് കൊണ്ടോ മറ്റുള്ളവർ തിന്നുന്നത് കൊണ്ടോ ഞാൻ തിന്നാറില്ല. അതിന്റെ കാരണം എത്ര പേര് നിർബന്ധിച്ചാലും ഞാൻ അതെന്ത് ചെയ്യാറില്ല, അങ്ങോട്ട് നോക്കാറുമില്ല. അത് ഇഷ്ടമില്ല, ആസ്വദിക്കാറില്ല. മറ്റുള്ളവർ ആസ്വദിക്കട്ടെ, മറ്റുള്ളവർ ഭക്ഷിക്കട്ടെ. പക്ഷേ അതിനോട് നാം താല്പര്യത്തിന് വേണ്ടി എങ്ങനെയുണ്ട് ഞാനൊന്ന് നോക്കാം എന്ന് പറയുമ്പോഴാണ് കുഴപ്പം. നമ്മളതിനെ ടോട്ടലി റിജക്റ്റ് ചെയ്താൽ നമുക്ക് ഇന്നുവരെയും എന്നുവരെയും അതിനെ അതിജീവിക്കാം. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങാതെ, മറ്റുള്ളവർ നമ്മെ നിർബന്ധിക്കുമ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കാതെ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മുടെ ഈ മനുഷ്യരെല്ലാവരും അങ്ങ് ഭയപ്പെട്ടാ ജീവിക്കുന്നത്. ഈ സ്വർഗത്തിൽ പോകുമ്പോ ഇപ്പം താഴെ വീണു പോകും. അങ്ങനെ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ഞാനേ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നമ്മുടെ വേദപുസ്തകത്തിലെ വാക്യം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉദ്ധരിക്കും. ഏതാ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിപ്പാൻ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നാം എന്തോ ചെയ്യും? എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. ആ വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കും. അവിടെ എത്ര കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? ഒന്നും രണ്ടും ഒന്നുമല്ല. ഇത് മനുഷ്യർക്ക് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അപ്പോസ്തലനായ പൗലോസ് ഇത്രയും കാര്യങ്ങൾ വിവരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആ വലിയ ഉറപ്പിന്റെ കാരണം എന്താണെന്നറിയാമോ? കാരണം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ വിജയം പ്രാപിക്കുന്നു. എന്താ? നമ്മെ സ്നേഹിച്ച കർത്താവിലാണ് വിജയം. ഭയപ്പെട്ട് ജീവിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അവനോട് സ്നേഹമുള്ളപ്പോൾ നമ്മൾക്ക് അവനുമായിട്ടുള്ള ബന്ധമുള്ളപ്പോൾ ഈ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല. എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്നല്ല പൗലോസ് പറഞ്ഞേക്കുന്നത്. നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല. അതിന്റെ മുകളിൽ എന്തുവാ പറഞ്ഞേക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് 35-ാം വാക്യം. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പോൾ നമ്മൾ ആ കർത്താവിനെ സ്നേഹിച്ചാൽ മതി. അത്രേ ഉള്ളൂ വിഷയം. നിങ്ങൾ നിങ്ങളുടെ സ്പൗസിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, ആ സ്പൗസുമായി കമ്മിറ്റ് ചെയ്തത് കൊണ്ടാണ് പരീക്ഷകളും ചിന്തകളും മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളും വന്നാൽ നമ്മൾ അങ്ങോട്ട് നോക്കാത്തത്. സ്നേഹമില്ലാത്തടത്ത്, ഇടർച്ചയുള്ളിടത്ത് പലതും സംഭവിക്കും. അത് നമ്മളുടെ കുഴപ്പമാണ്. എന്തേ? സ്നേഹം വിശ്വസ്തതയ്ക്ക് ശക്തി കൂട്ടുന്നു, ആത്മാർത്ഥതയ്ക്ക് ശക്തി കൂട്ടുന്നു. ഇവിടെ രണ്ടിടത്ത് പറഞ്ഞിരിക്കുകയാണ് റോമാലേഖനത്തിൽ. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഇത് എന്റെ ആശയമല്ല, ദൈവവചനമാ. ഏതാ പറയുന്നതെന്ന് അറിയാമോ? അവിടെ ചോദിക്കുക, നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത് എന്താണ്? അതാ ഒന്നാമത്തെ ചോദ്യം, അല്ലേ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത്
35 വാക്യം 8-ാം അധ്യായം റോമാലേഖനം. പിന്നെ 37-ാം വാക്യത്തിൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. പിന്നെ അതിന്റെ അവസാനത്തെ വാക്യം ഈ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ അധികമായി കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തോ ചെയ്യാൻ കഴിയും? നമുക്ക് ലോകത്തിന് അനുരൂപമാകാതെ മറ്റുള്ളവർ ചെയ്യുന്നത് ചെയ്യാതെ മനസ്സ് പുതുക്കുവാൻ കഴിയും. മനസ്സ് പുതുക്കുമ്പോൾ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കർത്താവ് നമുക്ക് ആ ദർശനം നൽകും, വെളിപ്പാട് നൽകും. അത് വെളിപ്പെടുത്തി ദൈവവചനത്തിൽ കൂടെ നൽകും. അതുകൊണ്ട് നാം ഭയപ്പെടുന്ന ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, അബ്ബാപിതാവേ എന്ന് വിളിച്ച് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ആർക്കാ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? ലോകപ്രകാരം നടക്കുന്നവനല്ല, തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മപ്രകാരം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആഴമായി പഠിക്കേണ്ട ഒരു കാര്യം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അതിൽ നിലനിൽക്കുന്ന ഉടനെ നമുക്ക് മറ്റുള്ളതിനെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടുവാൻ എന്തില്ല? സ്നേഹത്തിന് ഭയമില്ല. സ്നേഹം ഒരുപാട് പാപങ്ങളെ, ലംഘനങ്ങളെ അകറ്റിക്കളയും. നമ്മുടെ ജീവിതത്തിൽ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. എന്താ എന്റെ വിഷയം? സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നതിന്റെ ഒരു വിശേഷം എടുത്തു ലൂക്കോസ് പറയാതിരിക്കുക, അത് നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകും പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുക. അപ്പോൾ സ്വർഗീയ പിതാവിന്റെ സ്റ്റാൻഡേർഡാണ് അത്. കർത്താവാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കർത്താവ് എന്തോ ചെയ്തത്? എങ്ങനെയാ മനസ്സലിവ്? യേശുവിന്റെ പ്രവൃത്തി നിങ്ങൾ വായിച്ചു നോക്കും, മത്തായി, മർക്കോസ്, ലൂക്കോസ് മുഴുവൻ നോക്കേ. അവൻ മനസ്സലിഞ്ഞിട്ടാണ് കുഷ്ഠരോഗിയെ തൊടുന്നത്. മനസ്സലിഞ്ഞിട്ടാണ് വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത്. അവൻ മനസ്സലിഞ്ഞു കരയുന്നവരോട്. എല്ലായിടത്തും കാണുന്ന ഒരു പ്രത്യേക പദമുണ്ട്, മനസ്സലിഞ്ഞു, മനസ്സലിഞ്ഞു, മനസ്സലിഞ്ഞു. ഇതിന്റെ കാരണം എന്താ? 3 ദിവസം യേശുവിന്റെ കൂടെ കേൾക്കാൻ വന്നവരെ ആ കൊച്ചു ബാലന്റെ കയ്യിൽ 5 അപ്പം ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കും കൊണ്ടുവരാമായിരുന്നു, അല്ലേ? ഈ കൊച്ചു ബാലൻ 3 ദിവസം കഴിച്ചിട്ട് 5 അപ്പം അവന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. അവന്റെ അമ്മ അത് പരിഗണിച്ച് കൊടുത്തു വിട്ടു, ബാക്കിയുള്ളവർക്കും കൊണ്ടുവരാമായിരുന്നു. അതായിരുന്നു അവരുടെ ഉത്തരവാദിത്വം. പക്ഷേ കർത്താവ് അവർ ചെയ്യാഞ്ഞതല്ല നോക്കിയത്, അവരുടെ അവസ്ഥയാ നോക്കിയത്. ശിഷ്യന്മാരുടെ വാദവും നോക്കിയില്ല. ഇത് ഊഷര ഭൂമിയാണ്, ഇവിടെ ഇരുന്നാൽ അവർക്ക് അധികം വിശക്കും, പിന്നെ നാളെ നടന്നു പോകുമ്പോൾ ക്ഷീണിക്കും, വഴി വെച്ച് വീട് പോകും. നല്ല ലോജിക്കും കാര്യമൊക്കെയാ. ലോജിക്കും കർത്താവ് നോക്കിയില്ല, സാഹചര്യവും കർത്താവ് നോക്കിയില്ല. മനസ്സലിവ്. ആ മനസ്സലിവാണ് നമുക്ക് വേണമെന്ന് യേശു തമ്പുരാൻ പറയുന്നത്. അപ്പോൾ യേശു കാണിച്ചു തന്നിട്ടാ പറയുന്നത്, ഞാൻ പിതാവിനോട് കേട്ടത് കണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും. എന്റെ ജീവിതത്തിൽ കണ്ടതാണ് പിതാവിന്റെ മനസ്സലിവ്. അത് കുഷ്ഠരോഗി എന്നില്ല, അത് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നില്ല, അത് വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീ എന്നില്ല, അത് ക്രൂസിലെ കള്ളനെന്നില്ല, എല്ലാവരും പാപി എന്ന് പറയുന്ന ചുങ്കക്കാരനായ സക്കായി എന്നില്ല, മത്തായിയെ പോലെ അവന്റെ കൂട്ടുകാരായ ചുങ്കക്കാരോടുകൂടെ ഇരിക്കുന്നതിനില്ല, പാപികളുടെ സ്നേഹിതനെന്ന് മറ്റുള്ളവർ പറഞ്ഞേക്കാം. ഞാൻ പാപിയുടെ സ്നേഹിതനല്ല എന്ന് തെളിയിക്കാൻ യേശു നിങ്ങൾ പോ എന്ന് പറഞ്ഞില്ല. നമ്മളങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ പേടിയാ. യേശുവിനെ എന്തെല്ലാം പറഞ്ഞു? തിന്മനാന്ന് പറഞ്ഞു, കുടിയനാണെന്ന് പറഞ്ഞു, ഭൂതമുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ബെൽസബൂലിനെ കൊണ്ടാണെന്ന് പറഞ്ഞു, പാപിയുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു, അപ്പനില്ലാത്തവനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കേട്ട് യേശു കരഞ്ഞുകൊണ്ട് നടന്നോ? യേശു ചെയ്യേണ്ടതെല്ലാം ചെയ്തു, മനസ്സലിഞ്ഞു.
മറ്റുള്ളവരോട് ദയോടും കരുണയോടും നോക്കി. എന്നിട്ട് യേശു ഒരു എക്സ്ട്രാ മൈൽ നടന്നു കാണിച്ചു. ആരുടെ അടുത്ത്? ശമരിയക്കാരി സ്ത്രീയുടെ അടുത്ത്. വേറെ ആരും ശമരിയെ കൂടെ പോകത്തില്ല. യേശു മനഃപൂർവ്വം പോവുകയാണ്. അവളോട് വെള്ളം ചോദിക്കുകയാണ്, അവളോട് സംസാരിക്കുകയാണ്. എക്സ്ട്രാ മൈല്, 1 മൈൽ എക്സ്ട്രാ നടന്നു കർത്താവ്. ആ ലെഗിയോൻ ബാധിച്ചവന്റെ അടുത്ത് താൻ തടാകം ഇക്കരെ നിന്ന കർത്താവ് അക്കരയ്ക്ക് പോയി. എന്തിനാ? അവനെ കാണാൻ മാത്രം, വേറെ ഒന്നുമില്ല. അവിടെ ചെന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു പൊയ്ക്കോളാൻ. അപ്പോൾ യേശു മനസ്സലിയുവാൻ എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. ഉത്സവത്തിന് വന്ന കർത്താവ് ബത്സയിദ കുളത്തിന്റെ അടുത്ത് പോയത് എന്തിനാ? അവിടെ ആരുമില്ലെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ. എല്ലാവരും ഉത്സവത്തിന്റെ ദേവാലയത്തിലും അതിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ യേശു രോഗികളെ കാണാൻ പോവാ. അവിടെ കിടക്കുന്നവന്റെ അവസ്ഥ കാണാൻ. അവൻ വിളിച്ചു പറയുന്നത് എനിക്ക് ആരുമില്ലെന്ന്. ആരുമില്ലെന്ന് പറയുന്നവരുടെ അടുത്തേക്ക് പോകാനാണ് യേശുവിന് ഉത്സവം കൊണ്ടാടുന്നതിനേക്കാൾ ഇഷ്ടം. ക്ഷീണിച്ച കർത്താവ് പടകിൽ കിടന്നു ഉറങ്ങാൻ സൗകര്യമുള്ളപ്പോൾ അവിടെ നിന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാണ് കടലിനക്കരെ അഥവാ ഈ ഗനസര തടാകത്തിനപ്പുറത്ത് പോകുന്നത്. മനസ്സലിവാണ് അതിന്റെ കാരണം. ആരും തന്നോട് പറഞ്ഞിട്ടല്ല. ആരും ഈ വിഷയം ഒരിക്കൽ പോലും യേശുവിനോട് പറഞ്ഞില്ല. അവിടെ ഒരു ഭൂതബാധിതനുണ്ട്, കല്ലറയിലാ കിടക്കുന്നത്, തന്നെത്താൻ ചതക്കിയാണ്, നീ ഒന്ന് പോണമെന്ന്. യേശു തന്നെ പോവുകയാണ്. ശിഷ്യന്മാരോട് പറയാം അക്കരയ്ക്ക് പോകാമെന്ന്. അടക്കാൻ കൊണ്ടുവന്ന യൗവനക്കാരൻ ശ്മശാനത്തിൽ ചെന്നു. അവിടെ യേശു കണ്ടുമുട്ടി. കരയുന്നവളോട് മനസ്സലിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. മറ്റുള്ളവരെ അവർ പലതും അറിയിക്കുന്നവരാണ്, പക്ഷേ അവർ ചെയ്തില്ല എന്ന് ചിന്തയിൽ അവരോട് മനസ്സലിഞ്ഞാണ് കർത്താവ് കാണിച്ചത്. ക്രൂസിലെ കള്ളൻ, അവൻ ഒരുപാട് ദുഷ്ടത ചെയ്തു, കൊലപാതകനാണ്, മോഷ്ടാവാണ്. പക്ഷേ അവൻ പ്രാർത്ഥിച്ചത് വരുന്ന ലോകത്തിൽ ന്യായവിധി നടത്തുമ്പോൾ അവനെ ശിക്ഷിക്കാതെ അവനെ കൂടെ രക്ഷിക്കണേ എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. പക്ഷെ കർത്താവ് പറയുന്നത് അതുവരെയൊന്നും നീ കാത്തിരിക്കണ്ട, നമുക്ക് രണ്ടും കൂടി പങ്ക് പർദീസെ പൊക്കളായാന്നാ പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാമെന്ന്. അങ്ങനെ കർത്താവ് കാണിച്ചത് മനസ്സലിവ്. അപ്പോൾ നമ്മുടെ മനസ്സലിവ് നമ്മളെ കണ്ടീഷൻ വെച്ചിട്ടാണ്. യേശുവിന്റെ മനസ്സലിവ് അൺകണ്ടീഷണലായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന ചില കാര്യങ്ങളിലൂടെ നോക്കിക്കേ. ഈ മനസ്സലിവിന്റെ ചില ലക്ഷണങ്ങൾ യേശു ഈ ഭാഗത്ത് ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പം വരും. നോക്കിക്കേ, അതിന്റെ 27-ാം വാക്യം, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. തുടങ്ങുന്നത് ആരെയാ? നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തവരാ ശത്രുക്കള്. അവരുടെ കാര്യം പറഞ്ഞാ തുടങ്ങുന്നത്. പിന്നെന്തുവാ പറയുന്നത്? പകയ്ക്കുന്നവരെ. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാരാ? ശത്രുക്കൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് പക വെച്ചുകൊണ്ടിരിക്കുന്നവര്. അവർക്കെന്താ ചെയ്യാനാ പറഞ്ഞ? ഗുണം ചെയ്യാൻ. ഈ മനസ്സലിവിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. മനസ്സലിവ് വന്നാൽ നാമെ വെറുക്കുന്നവരെ വെറുക്കാൻ പറ്റുകയില്ല, പകയ്ക്കുന്നവരെ പകയ്ക്കാൻ പറ്റുകയില്ല, പിന്നെ നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറഞ്ഞിരിക്കുന്നു, ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി സഹിക്കാനാ പറഞ്ഞിരിക്കുന്നത്. മറ്റേതുകൂടെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നീ സഹിക്കുക, നീ റിയാക്ട് ചെയ്യരുതെന്നർത്ഥം അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാ യേശു പറഞ്ഞേക്കുന്നത്. മനസ്സലിവ് കാണിക്കാൻ, പിതാവിനെ പോലെ മനസ്സലിവ് കാണിക്കാൻ. അത് കർത്താവ് വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 35-ാം വാക്യത്തിൽ വീണ്ടും പറയാ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കയറാത്തത് കയറ്റാനാണ് കൂടെ കൂടെ പറയുന്നത്.
നമുക്ക് ആരെങ്കിലും അമ്മായിയമ്മ പറഞ്ഞാൽ മരുമോക്ക് വിഷമം, മരുമോള് പറഞ്ഞാൽ അമ്മായിയമ്മയ്ക്ക് വിഷമം, അങ്ങനെ ഉള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ളവരോട് അവരത് ചെയ്തില്ല എന്നുള്ള വിചാരത്തിൽ പകയ്ക്കുകയാണെങ്കിൽ, ശപിക്കുകയാണെങ്കിൽ, ദൂഷണം പറയുകയാണെങ്കിൽ, ഉപദ്രവിക്കുകയാണെങ്കിൽ അവർ ശത്രുക്കളാണ്. അവരെ സ്നേഹിപ്പാൻ 27-ാം വാക്യത്തിലും 35-ാം വാക്യത്തിലും റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്കൊരു വ്യത്യസ്തമായ സിസ്റ്റം ഉണ്ടാക്കാനാണ് കർത്താവ് ഇത് പറയുന്നത്. ആ സിസ്റ്റം നമ്മുടെ ദൈവത്തിലും കർത്താവിലും മാത്രമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഈ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവമക്കളായി, എന്നാൽ നിങ്ങൾ അത്യുന്നതന്റെ മക്കളെന്ന് മറ്റുള്ളവർ അറിയണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അതാണ് 35-ാം വാക്യത്തിൽ 35-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും, മറ്റുള്ളവർ പറയാ അവരൊരു ദൈവമക്കളാണെന്ന്. നമ്മൾ പറയുന്ന ദൈവമക്കളാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് ശരിയാണ്. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ ദൈവമക്കളായി, ദൈവ കുടുംബത്തിൽ ജനിച്ചു. പക്ഷെ മറ്റുള്ളവർക്ക് ബോധ്യം വരുന്നത് എപ്പോഴാ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അവനിൽ ഒരു വ്യത്യാസമുണ്ടല്ലോ. അതിന്റെ കാരണം എന്താണ്? അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് കേട്ടു, അവൻ സ്നാനപ്പെട്ടു എന്ന് കേട്ടു, അവൻ ദൈവപൈതലാണെന്ന് പറയും. അതാണ് വ്യത്യാസം. ഞാൻ ആദ്യമേ പറഞ്ഞു, മക്കളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നല്ല കാര്യങ്ങൾ ചെയ്യും. നാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ചിന്തിക്കും. അതുപോലെ നാം ദൈവമക്കളായതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ആ കർത്താവ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മൾ വ്യത്യസ്തമായ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിലല്ല, ദൈവരാജ്യത്തിന്റെ സിസ്റ്റത്തിൽ നാം വസിക്കണം. അങ്ങനെയാകുന്ന ഉടനെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുമോ, പാപികളോട് ഇടപെടുമോ, പ്രശ്നമുള്ളവരോട് ഇടപെടുമോ, അതുപോലെ നാമും ഇടപെടണമെന്നാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. നാമെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാമും നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന ജനങ്ങളിൽ നിന്ന് നമുക്ക് എന്തോ വ്യത്യാസമുണ്ട്, നമ്മുടെ ചിന്താരീതിയിൽ, ഇടപാടിൽ, അല്ലേ? മറ്റുള്ളവര് ജീവിക്കുന്നതിനേക്കാൾ എന്ത് വ്യത്യാസമാണ് നമുക്കുള്ളത്? അത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. പാപികളും ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. എന്തൊക്കെയാ അവിടെ കർത്താവ് പറയുന്നത്? പാപികളെ കടം കൊടുക്കുന്നു, പാപികള് അവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു, പാപികള് ഒരാളെ ഉണ്ണാൻ വിളിക്കുന്നു, നമ്മളും ഉണ്ണാൻ വിളിക്കുന്നു, മടക്കി കൊടുക്കാമെന്നോർത്ത് പലതും അവരും ചെയ്യുന്നു. കർത്താവ് കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മറ്റുള്ളവർ ഈ ലോകക്കാരി ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി എന്തോ വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക, അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞു വിടുകയല്ലേ, 30 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കേ. അങ്ങനെയാ കർത്താവ് പറയുന്നത്. പാപികളെന്നും ചുങ്കക്കാരെന്നും ലോകക്കാരെന്നും നാം വിളിക്കുന്ന മറ്റുള്ള മനുഷ്യരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് മറ്റുള്ളവർ കാണുന്നത്, ദൈവം കാണുന്നത്? അത് എടുത്തു പറഞ്ഞ ശേഷം കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു വ്യത്യാസം വേണ്ടേ? മറ്റുള്ളവരെ ചെയ്യുന്നത് പോലെ എന്നിട്ട് കർത്താവ് ഒരു കൺക്ലൂഷൻ പറയാം. നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ ചെയ്യാൻ. എന്നെ നോക്കിയേ, അതെ 31-ാം വാക്യം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ അവർക്കും ചെയ്യും. അപ്പൊ നമ്മളെ ബഹുമാനിക്കണം, നമ്മളെ പൊക്കണം, നമ്മളെക്കുറിച്ച് നല്ലത് പറയണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് തന്നെ നമ്മൾ ചെയ്യാനാ കർത്താവ് പറയും. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കാൻ എങ്ങനെ മറ്റുള്ളവർ നമ്മെ കാണണമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാനാ അർത്ഥം. നമ്മളേതായാലും നമുക്ക് തിന്മ ചിന്തിക്കത്തില്ലല്ലോ.
എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഈ പ്രാർത്ഥനാ ലൈനിൽ കയറി വന്നിട്ട് എത്രയോ വർഷങ്ങളായി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു ചിന്ത നമുക്കുണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിയുടെ ചിലത് കാണണമെന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാ? അതിന്റെ ചുരുക്കം, എനിക്ക് നന്മ വേണം, എനിക്ക് നല്ലതായിരിക്കണം, എന്നോട് എല്ലാവരും നല്ലതായിരിക്കണമെന്ന് ചിന്തിക്കുന്നു. ആ ചിന്തിക്കുന്ന പോലെ ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടോ? എനിക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്കും വേണം എന്ന് എനിക്ക് ചിന്തയുണ്ടെങ്കിൽ നമ്മളെ സത്യത്തിൽ വ്യത്യസ്തരാണ്. എനിക്കെന്തെല്ലാം ഉണ്ടോ അത് മറ്റുള്ളവർക്കും വേണം. നമ്മുടെ കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് എല്ലാം തരണേ എന്നാ പ്രാർത്ഥിച്ച്, അല്ലേ? ഞങ്ങളെ കടത്തരുത്, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് 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 അല്ലാതെ എനിക്ക് എന്നൊരു വാചകം പോലും കർത്താവ് പ്രാർത്ഥനയെ പഠിപ്പിച്ചില്ല. അതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മള് സെൽഫിഷ് ആയിരിക്കരുതെന്ന. എന്താ? നമ്മളാരും എന്റെ കാര്യം മാത്രം നോക്കുന്നവനാകാൻ പാടില്ല. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആഹാരം തരണമേ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്. ഒരിക്കൽ പോലും യേശു പറഞ്ഞില്ല. അത് തന്നെയല്ലേ പൗലൂസ് എടുത്തു പറയുന്നത്? ഈ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ, അല്ലേ, എന്ത് വിടുവിക്കും? ആർക്ക് നമ്മെ മാറ്റാൻ കഴിയും? എല്ലാം നമ്മയാണ്. അപ്പോൾ അതാണ് സ്വർഗ്ഗപിതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം സെൽഫിഷ് ആയിരിക്കാൻ പാടില്ല, നമ്മുടെ കാര്യം മാത്രം നോക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് അതേ അനുഗ്രഹം. ആ വാക്യമാ, നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നമ്മളും ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മനോഭാവമാണ് വ്യത്യാസം വരുന്നത്. എനിക്കുണ്ടെങ്കിൽ അവർക്കും വേണം, അവർക്കും നന്മ വരണം. അവരെ അറിയാതാണ് അതൊക്കെ ചെയ്യുന്നത്. എനിക്കറിവുണ്ട്. ക്രിസ്തു എന്നിൽ വന്നപ്പോൾ എന്റെ മനസ്സ് മാറി, എന്റെ മനോഭാവം മാറി. ഞാൻ ചിന്തിക്കുന്നത് ഉയർന്ന ചിന്താഗതിയാണ്. ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. കൊലോസ്യ ലേഖനം 3:1. ഉന്നതമായത് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ സത്യമായത് ചിന്തിക്കുന്നു, ഞാൻ ഘനമായത് ചിന്തിക്കുന്നു, ഞാൻ മാന്യമായത് ചിന്തിക്കുന്നു, ഞാൻ വിശുദ്ധമായത് ചിന്തിക്കുന്നു, ഞാൻ രമ്യമായത് ചിന്തിക്കുന്നു. മറ്റുള്ളവർ നല്ലത് എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നു. ആ ചിന്തയിൽ എന്നെപ്പോലും മറ്റുള്ളവരുമാകണം. അപ്പോഴാണ് പിതാവിന്റെ മനസ്സ്, അതാണ് പിതാവിന്റെ മനസ്സലിവ്. ആ മനസ്സലിവ് എന്നിലും ഉണ്ടാകണം. ഇങ്ങനെയാകുന്ന ഉടനെ മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല. യേശുവിനെ കുറിച്ച് പലതും പറഞ്ഞു, പക്ഷെ യേശു പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുവാൻ എപ്പോഴും ആഗ്രഹിച്ചു. ഭക്തന്മാരായ പരീശന്മാർ പറഞ്ഞു, ഇവനെ തൊടുന്ന ഈ സ്ത്രീ ആരെ? ഇവൻ അനുവദിക്കുന്നല്ലോ. യേശു അത് കണ്ടിട്ടും ആ മനോഭാവം കേട്ടിട്ടും അറിഞ്ഞിട്ടും പെണ്ണെ ഒന്ന് മാറുന്നില്ലേ എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവുടെ സങ്കടത്തിൽ അവളോട് മനസ്സലിഞ്ഞു. അവളെ ജീവിതത്തെ വ്യത്യസ്തമാക്കി. യേശു ശമരിയക്കാരിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നു. സ്ത്രീയോട് സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു. അന്ന് വാക്യമുണ്ട്. പക്ഷെ യേശു പറഞ്ഞില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്, ഞാൻ ഈ സ്ത്രീയോട് ആത്മീയമായി പറഞ്ഞു, ഒന്നും പറയാൻ പോയില്ല. അതൊന്നും കർത്താവ് മൈൻഡ് ചെയ്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ നമുക്കും മനസ്സലിവുള്ളവരായിരിക്കും. ഈ 2 മാസം നമ്മെ വിട്ട് കടന്നുപോയി. ഈ വർഷത്തിൽ ശേഷിക്കുന്ന ദിവസങ്ങൾ കർത്താവ് കാണുന്ന പോലെ, കർത്താവെ
എന്നെയും പഠിപ്പിക്കണമേ. ഇവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ദൂഷിക്കുന്ന കാര്യമാണ്, കുഞ്ഞുങ്ങളിയൊന്നുമല്ല. യേശു പിതാവിനോട് പറയാ, പിതാവേ, ഇവരിതൊക്കെ ചെയ്യുന്നത് ഇവർക്ക് അറിവുകേട് കൊണ്ടാണ്, അതവരോട് ക്ഷമിക്കണം. നമുക്കങ്ങനെ കാണാൻ പറ്റിയാൽ അവരർഹിക്കുന്നത് അവർക്ക് കൊടുക്കാതെ അർഹിക്കാത്ത എനിക്കുള്ള നന്മ അവർക്കും പ്രതീക്ഷിക്കുവാൻ കഴിയും. ജീവിതത്തിൽ നമ്മളെല്ലാം തെറ്റുകാരാണ്. നമ്മൾ ആരും ദൈവത്തിന്റെ അനുഗ്രഹം യഥാർത്ഥത്തിൽ അർഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കുറ്റങ്ങളെ, കുറവുകളെ അവർ കണ്ടിട്ടും കേട്ടിട്ടും അത് ചോദിക്കാതെ കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് തള്ളിപ്പറഞ്ഞു, വീരവാദം പറഞ്ഞു. യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെയും മീൻ പിടിക്കാൻ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോയി. താൻ പോയതല്ല, മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ടു പോയി. എന്നിട്ട് ഇതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. അവനോട് മനസ്സലിഞ്ഞ് അവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ആഹാരം കൊടുത്തിട്ട്, തീ കായ്ച്ചിട്ട്, മീനെ വലിയൊരു പിടുത്തം കൊടുത്തിട്ട്, പരാജയപ്പെട്ടിടത്ത് അവനെ ഉയർത്തി. അവന് മീൻ പിടിക്കാൻ കഴിഞ്ഞില്ല. യേശു മീൻ കൊടുത്തു. അവന് വിശക്കുന്നവനാണ്. യേശു അവന് ആഹാരം കൊടുത്തു. യേശു അവനെ പുനഃപ്രതിഷ്ഠിക്കുന്നു. മനസ്സലിഞ്ഞു. ഇന്ന് മുതൽക്കാലം നമ്മളെക്കുറിച്ച് കർത്താവ് നോക്കിയാൽ ഈ മനസ്സലിവ് പിതാവിനെ പോലെ ഉണ്ടാകേണ്ടതിന് ഒരു സാധാരണ നല്ല മനുഷ്യൻ എന്ന് പറയുന്ന രക്ഷിക്കപ്പെടാത്തവന്റെ അത്രയെങ്കിലും നല്ല മനസ്സലിവ് നമുക്ക് വേണ്ടേ? രക്ഷിക്കപ്പെട്ടവനല്ല, എന്നാൽ നല്ല മനുഷ്യരെന്ന് നമ്മൾ പറയുന്നവരുണ്ടല്ലോ. അവർക്കുള്ള കരുണയെങ്കിലും നമുക്കുണ്ടോ? നമ്മുടെ സ്റ്റാൻഡേർഡ് അതൊന്നുമല്ല. എനിക്കെന്താഗ്രഹിക്കുന്നു അതെനിക്ക് മറ്റുള്ളവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന മനോസ്ഥിതിയിലേക്ക് ഉയരണം. അത് ഉയരണമെങ്കിൽ നാം സ്വർഗ്ഗപിതാവിന്റെ മനസ്സലിവുള്ളവരായിരിക്കണം. അല്ലാതെ വാചകം അടിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഉപസിച്ചത് കൊണ്ടോ ഇതൊന്നും വേണമെന്നില്ല. ഉപസിക്കുന്നവരെ എന്തുദ്ദേശത്തിൽ ഉപസിക്കുന്നു എന്നൊക്കെ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നുമല്ല കാര്യം. എന്റെ അനുഗ്രഹം എനിക്ക് വേണ്ടത് മറ്റുള്ളവർക്കും വേണമെന്നുള്ള ചിന്താഗതി ഉണ്ടാകണമെങ്കിൽ അതെന്റേതല്ല, ഉയരത്തിലുള്ള കർത്താവ് കാണിച്ചു തന്ന പിതാവിന്റെ മനസ്സലിവാണ്. ആ മനസ്സലിവ് നമുക്കുണ്ടാകാൻ എത്രമാത്രം നാം ആത്മീയമായി പുരോഗമിക്കണമെന്ന് ചിന്തിക്കുവാൻ ദൈവം നമുക്ക് പ്രാപ്തി നൽകട്ടെ, ഉൾക്കാഴ്ച നൽകട്ടെ. അതിനുവേണ്ടി 26-ൽ നമുക്ക് കർത്താവിന്റെ സന്നിധാനത്തിൽ ആത്മാർത്ഥമായി, കർത്താവെ, എനിക്കുള്ള അനുഗ്രഹം പോലെ മറ്റുള്ളവർക്കും ആത്മാർത്ഥമായി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. സാദൃശ്യവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, രാവിലെ എഴുന്നേറ്റ് അയൽവക്കക്കാരനെ ഉറക്കെ അനുഗ്രഹിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കാരണം അവൻ വെറും മുഖസ്തുതി പറയുന്നവന്, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുന്നത്, ആത്മാർത്ഥതയിൽ പറയുന്നവനല്ല. ആത്മാർത്ഥതയിൽ പറയണമെങ്കിൽ കർത്താവിനെ പോലെ ആയിരിക്കണം. കർത്താവ് പറയുന്നു, ഞാനത് പിതാവിന്റെ സ്വഭാവമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് സ്വർഗ്ഗീയ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ മനസ്സലിവുള്ളവരാകുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് മുതൽക്കാലം ഞാനൊരു വാക്കുകൾ ചുരുക്കട്ടെ. ഭയത്തിന്റെ ആത്മാവല്ല, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ്. ഭയപ്പെട്ടല്ല, അബ്ബാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് അവന്റെ കരുണയാണ്, അവന്റെ മനസ്സലിവാണ്. നാം ആയിരിക്കുന്നത് പോലെ ചെല്ലാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത് നാം അർഹിക്കുന്നത് തരാതെ നമുക്ക് കൃപ നൽകി അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നമ്മളെ നമുക്ക് കാണാം. ഇത് ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല, ഇത് കർത്താവ് തന്ന സ്റ്റാൻഡേർഡാണ്. അതാണ് കർത്താവ് തന്റെ ജനത്തിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ ഓമനപുത്രൻ സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തി തന്നത് അല്പമായി അടിയങ്ങൾ ചിന്തിച്ചു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നവരാണെങ്കിലും ഞങ്ങൾ കുറ്റക്കാരാണ്, ബാലശിക്ഷയ്ക്ക് അർഹരാണ്. എന്നാൽ അത് ഞങ്ങളോട് കരുണ കാണിച്ച് ഓരോ ദിവസവും ഞങ്ങൾക്ക് നന്മ മാത്രം നൽകി ഇന്നുവരെയും നടത്തി അങ്ങയുടെ കരുണയ്ക്കായി, ദയയ്ക്കായി, മനസ്സലിവിനായി സ്തോത്രം. അത് ഞങ്ങളിൽ റിഫ്ലക്ട് ചെയ്യുവാൻ, ദൈവഹൃദയം മറ്റുള്ളവർക്ക് ഞങ്ങളിൽ കൂടെ കാണുവാൻ
ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കേട്ട നിന്റെ മക്കളൊക്കെയും അവനെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് ജീവിതത്തിന് 26-ൽ ഒരു ലോകക്കാരെക്കാൾ വ്യത്യസ്തമായ ഒരു ജീവിതശൈലി ഉണ്ടാകുവാൻ കൃപ നൽകണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളൊന്നും ഓർക്കരുത്, പരാജയങ്ങൾ ഓർക്കരുത്. ഞങ്ങൾ ആരും എങ്ങും എത്തിയിട്ടില്ല കർത്താവ്. പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കാതെ അനുദിനം അതിനുവേണ്ടി നിന്റെ ശക്തിയാൽ നിന്റെ കൃപയാൽ പോകുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായിട്ടുള്ളവർ, ക്ഷീണിതരായിട്ടുള്ളവർ, പണപരമായ കാര്യങ്ങളിൽ ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, അവരുടെ സ്പൗസിനെ ഓർത്ത് ഭാരപ്പെടുന്നവർ, അവരെയെല്ലാം അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വീകരിക്കണമേ. എല്ലാവർക്കും വേണ്ടുന്ന കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും ആത്മീയവും ശാരീരികവും ഭൗതികവുമായ ഇതൊക്കെ കൊടുക്കണമേ. നീ ഞങ്ങളുടെ സ്വർഗീയ പിതാവാണല്ലോ. നല്ലത് മാത്രം ഞങ്ങൾക്ക് നൽകുന്നവനാണല്ലോ. നന്മയൊന്നും മുടക്കാത്തവനാണല്ലോ. അതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമുക്കുള്ള അനുഗ്രഹം അതുപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സ്വർഗീയ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ നമുക്കും മറ്റുള്ളവരോട് മനസ്സലിവുള്ളവരായിപ്പാൻ കർത്താവ് കാണിച്ചെന്ന മാർഗം നമുക്ക് ഏറ്റെടുക്കാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.